എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എന്നയാമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എന്നയാമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ ഏറെയെന്ന അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലങ്ങൾ ഏറെയെന്ന അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോൻ എത്തിയിടും ഞാൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോൻ എത്തിയിടും ഞാൻ. എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രഭാത സമയത്ത് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നന്മകൾ മാത്രമോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഇയ്യോബിൻ്റെ ഒരു ചോദ്യമാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. സകല പൂർവ്വ ദിഗ്വാസികളിലും വെച്ച് മഹാനായിരുന്നു ഭൂസ്വദേശക്കാരനായ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ് മുകളിൽ പറഞ്ഞ കാര്യം. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മകൾ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. ഇയ്യോബ് ദേശത്ത് മഹാനും സമ്പന്നനുമായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും ഇയ്യോബിന് ജനിച്ചു. 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 കാളകൾ, 500 പെൺകഴുതകൾ എന്നിങ്ങനെ മൃഗസമ്പത്ത് കൊണ്ടും അനുഗ്രഹം ലഭിച്ചതായ ഇയ്യോബാണ് പറഞ്ഞത്, നന്മകൾ മാത്രമോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ലോകത്തിൽ എല്ലാവരെക്കാളും നഷ്ടവും കഷ്ടതകളും അനുഭവിച്ച വ്യക്തി കൂടെയാണല്ലോ ഇയ്യോബ്. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് സകലവും ജീവിതത്തിൽ പ്രതികൂലമായി മാറിയപ്പോഴും ദൈവത്തെ തേച്ചു പറയാതെയും ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് വരുത്താതെയും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയ വ്യക്തിയാണ് ഇയ്യോബ്. സ്വന്തം ഭാര്യ തക്ക തുണയായിരിക്കേണ്ടവൾ പറഞ്ഞു, ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക. ഓട്ടിനും കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടി പരുക്കുകൾക്ക് ഒരു ആശ്വാസം കിട്ടുവാൻ സഹായമായിരിക്കേണ്ട ഭാര്യ പോലും മരിച്ചു കളവാൻ. ഇയ്യോബിൻ്റെ നന്മകളുടെ കാലങ്ങളിൽ ഭാര്യയ്ക്ക് സന്തോഷവും ഉല്ലാസവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ കഷ്ടസമയത്ത് കൂട്ടായിരിക്കേണ്ടവൾ, ആശ്വാസം പകർന്നു കൊടുക്കേണ്ടവൾ, ധൈര്യപ്പെടുത്തേണ്ടവൾ ആണ് ദൈവത്തെ തേച്ചു പറഞ്ഞ് മരിച്ചു കളവാൻ പറയുന്നത്. ഇവിടെയൊന്നും ഇയ്യോബിന് അധരങ്ങളാൽ പാപം ചെയ്തിട്ടില്ല. ദൈവസന്നിധി ചെന്ന സാത്താൻ ഇയ്യോബിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് തിരിച്ചറിയാതെയാണ് ഇയ്യോബിനെ പരീക്ഷിപ്പാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചത്. ഇയ്യോബ് ആരാണെന്ന് ദൈവത്തിന് നല്ലവണ്ണം തിരിച്ചറിഞ്ഞതിനാലാണ് സാത്താൻ അനുവാദം കൊടുത്തത്. പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് യേശുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് സാത്താനെ ശാസിക്കുകയാണ് ചെയ്തത്. പത്രോസിനെ പോലെ മാത്രമേ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയാറുള്ളൂ. ഇയ്യോബിനെക്കുറിച്ച് ദൈവം സാത്താനോട് സാക്ഷ്യം പറയുന്നത് കേൾപ്പാൻ തന്നെ ഒരു സുഖമുണ്ട്. ഇയ്യോബ് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ആണെന്നും ഇയ്യോബിനെ പോലെ ഭൂമിയിൽ ആരുമില്ല എന്നും തന്നെയായിരുന്നു ദൈവം സാക്ഷ്യം പറഞ്ഞത്. സാത്താൻ ഒരുപക്ഷെ ഇത് കേട്ട് ഞെട്ടിയെന്ന് വരാം. എങ്കിൽ തോൽവി സമ്മതിക്കാൻ പറ്റില്ലല്ലോ. ഓരോ നിമിഷങ്ങളും സാത്താൻ വളരെ സൂക്ഷ്മതയോട് പെരുമാറാൻ തുടങ്ങി. ദൈവം ഇയ്യോബിൻ്റെ സമ്പത്തുകളെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതിനാൽ സാത്താൻ ആദ്യം ആ വിഷയത്തിലേക്ക് ചുവട് വെച്ചു. സകല സമ്പത്തുകൾ നഷ്ടമാക്കി, മക്കൾ നഷ്ടമായി. അപ്പോൾ ഇയ്യോബ് പറയാണ്, യഹോവ തന്നു,
യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. യോബിൻ്റെ വിശ്വാസത്തെ മുന്നറിഞ്ഞ ദൈവം സാത്താൻ്റെ മേലേൽപ്പിച്ച വലിയൊരു പ്രഹരമായിരുന്നു യോബിനെ പരീക്ഷിക്കാൻ അനുവദിച്ചത്. ഭാര്യ തള്ളി പറഞ്ഞു, സ്നേഹിതർ ആശ്വാസകന്മാരായി വന്നു അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചു. സകലവും പ്രതികൂലമായി മാറിയപ്പോഴും ശരീരം മുഴുവനും വ്രണത്താൽ ബാധിതനായപ്പോഴും പറയുന്ന വാക്ക് സാത്താൻ്റെ മേൽ ഏൽക്കുന്ന ഓരോ പ്രഹരങ്ങളായിരുന്നു. ഇയ്യോബിന് ദൈവത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് ഇപ്രകാരമായിരുന്നു: ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നിരസിക്കരുത്. രണ്ടാമതായി പറയാണ്, ദൈവം മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ കൊണ്ട് പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 3, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല. ഇതായിരുന്നു ഇയ്യോബിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിൽ നന്മ മാത്രം പ്രവേശിച്ചിരിക്കരുത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29 വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ആകയാൽ നന്മയിൽ മാത്രം സന്തോഷം കെട്ടാതെ കഷ്ടങ്ങളിലും സന്തോഷിക്കുവാനും ഇയ്യോബ് പറഞ്ഞ പോലെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഏറ്റുപറയുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. നമ്മുടെ വിശ്വാസം കണ്ട് സാത്താൻ ലജ്ജിച്ച് പിന്മാറണം. ഇയ്യോബിൻ്റെ അവസാനം ഏറ്റവും അനുഗ്രഹമായി തീർത്ത് ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ആകയാൽ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളരാതെ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.